നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് അനലോഗി. അനലോഗി മീൻസ് സിമിലാരിറ്റി. വി ഹാവ് ടു ഐഡൻറ്റിഫൈ സിമിലർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു റിലേഷൻ നമുക്ക് തന്നിരിക്കും. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള റിലേഷനാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ അനലോഗി തന്നെ 3 ടൈപ്പിലുള്ള അനലോഗി ഉണ്ട്. വേർഡ് ബേസ്ഡ് അനലോഗി, നമ്പർ ബേസ്ഡ് അനലോഗി ആൻഡ് ലെറ്റർ ബേസ്ഡ് അനലോഗി. അതിനകത്ത് ഫസ്റ്റ് വൺ വേർഡ് ബേസ്ഡ് അനലോഗി. എന്താണ് വേർഡ് ബേസ്ഡ് അനലോഗി? അപ്പോൾ അനലോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമിലാരിറ്റി അല്ലെങ്കിൽ സിമിലർ റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഈസ് റിലേറ്റഡ് ടു ടെക്സ്റ്റ്. അപ്പോൾ ടീച്ചർ ഈസ് റിലേറ്റഡ് ടു ടെക്സ്റ്റ്. അപ്പോൾ ടീച്ചർ എന്താണ്? അപ്പം ഒരു ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് വേണം. ടീച്ചർ നീഡ്സ് ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഡോക്ടർ നീഡ്സ് ഡാഷ്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്: ചോക്ക്, സൈക്കിൾ, സ്റ്റെതസ്കോപ്പ്, ഏപ്രൺ. അപ്പോൾ എന്താണ്? അപ്പം ടീച്ചർ ഈസ് റിലേറ്റഡ് ടു ടെക്സ്റ്റ്. ടെക്സ്റ്റ്, അതായത് ടീച്ചർ നീഡ്സ് ടെക്സ്റ്റ്. ടീച്ച് ചെയ്യണമെങ്കിൽ ടീച്ചർ നീഡ്സ് ടെക്സ്റ്റ്. ഇൻ ദ സെയിം വേ ഡോക്ടർ നീഡ്സ്, ഇപ്പോൾ പേഷ്യൻസിനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഡോക്ടർ നീഡ്സ് എന്താണ്? സ്റ്റെതസ്കോപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് വേർഡ് ബേസ്ഡ് അനലോഗി എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ് ബേസ്ഡ് അനലോഗി ഒരു ഗിവൺ റിലേഷൻ തരും. നമ്മൾ ആ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് സിമിലർ ആയിട്ടുള്ള റിലേഷൻ തന്നിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് വേർഡ് ബേസ്ഡ് അനലോഗി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സർക്കിൾ ഈസ് റിലേറ്റഡ് ടു സർക്കംഫറൻസ്. സർക്കിൾ ഈസ് റിലേറ്റഡ് ടു സർക്കംഫറൻസ്. ഇൻ ദ സെയിം വേ സ്ക്വയർ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പം സർക്കിൾ ഈസ് റിലേറ്റഡ് ടു സർക്കംഫറൻസ്. അപ്പം സർക്കിളിൻ്റെ എന്താ പറയുന്നത്? ഔട്ടർ ഏരിയ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അത് നമ്മളെന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? സർക്കിളിൻ്റെ ഔട്ടർ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സർക്കംഫറൻസ്. ഇൻ ദ സെയിം വേ സ്ക്വയറിൻ്റെ ഔട്ടർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ്? സർക്കിൾ ഈസ് റിലേറ്റഡ് ടു സർക്കംഫറൻസ്. ഇൻ ദ സെയിം വേ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഈസ് റിലേറ്റഡ് ടു എന്താണ്? പെരിമീറ്റർ. അപ്പോൾ ഇതാണ് ഇവിടെ സർക്കിളും സർക്കംഫറൻസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സർക്കിളിൻ്റെ ഔട്ടർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ ഔട്ടർ ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയുന്നത്? പെരിമീറ്റർ. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. യാൺ ഈസ് റിലേറ്റഡ് ടു ഫാബ്രിക്. ഇനി ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? റൂട്ട് ഈസ് റിലേറ്റഡ് ടു ട്രീ, മെറ്റൽ ഈസ് റിലേറ്റഡ് ടു സോൾട്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഈസ് റിലേറ്റഡ് ടു ബോഡി, ഇങ്ക് ഈസ് റിലേറ്റഡ് ടു പെന്ന്. അപ്പോൾ ഇവിടെ എന്താണ് റിലേഷൻ? യാൺ, ആ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മേക്ക് ചെയ്യുന്നത്? ഫാബ്രിക് മേക്ക് ചെയ്യുന്നത്. അപ്പം യാൺ ഈസ് റിലേറ്റഡ് ടു ഫാബ്രിക്. അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ഈ ഒരു റിലേഷനുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷനുമായിട്ട് സിമിലർ ആയിട്ട് വരുന്നത്? അപ്പം യാൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാബ്രിക് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ സിമിലർ റിലേഷൻഷിപ്പ് വരുന്നത്? ഫസ്റ്റ് നോക്കിയേ, റൂട്ട്, ട്രീ. ഓക്കെ, റൂട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഹാർട്ട്, ബോഡി. അതുപോലെ തന്നെ മെറ്റൽ, സോഡ്, ഇങ്ക്, പെന്ന്. അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് എന്ത് യൂസ് ചെയ്തിട്ടാണ്? അപ്പം മെറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നു? സോഡ് ഫോം ചെയ്യുന്നു. അപ്പം അതാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത്? റിലേഷൻ വരുന്നത്. മെറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? സോഡ് അല്ലെങ്കിൽ വാൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു റിലേഷനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താണ്? ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് ഇവിടെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫാബ്രിക് ഉണ്ടാക്കി. അപ്പോൾ ഇതിനകത്തുനിന്ന് സിമിലർ ആയിട്ടുള്ള റിലേഷൻ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം ഈ ഒരു ടൈപ്പ് ഇവിടെ ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൺ ഈസ് റിലേറ്റഡ് ടു സ്റ്റാർ. സൺ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർ ആണ്. ഇൻ ദ സെയിം വേ മൂൺ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ മൂൺ എന്താണ്? സ്റ്റാർ, പ്ലാനറ്റ്, കോമറ്റ്, സാറ്റലൈറ്റ്. അപ്പം എന്താണ് മൂൺ? മൂൺ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ സണ്ണ് സ്റ്റാർ ആണ്. അങ്ങനെയാണെങ്കിൽ മൂൺ ഇതിനകത്ത് എന്താണ്? സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്, വേർഡ് ബേസ്ഡ് അനലോഗിക്കകത്ത് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൊസ്കിറ്റോ ഈസ് റിലേറ്റഡ് ടു മലേറിയ. അപ്പോൾ മൊസ്കിറ്റോയാണ് എന്തിന് കാരണമാകുന്നത്? മലേറിയയ്ക്ക് കാരണം എന്താണ്? മൊസ്കിറ്റോയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൊബാക്കോ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ മൊസ്കിറ്റോ എന്താണ്? മൊസ്കിറ്റോ കോസസ് മലേറിയ.
ഇൻ ദ സെയിം വേ എന്താണ് ടൊബാക്കോ എന്തിന് കാരണമാകുന്നു? ടൊബാക്കോ കോസസ് ക്യാൻസർ. അപ്പോൾ ഇതാണ് വേർഡ് ബേസ്ഡ് അനലോഗി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് അനലോഗിക്കകത്ത് അല്ലെങ്കിൽ വേർഡ് ബേസ്ഡ് അനലോഗിക്കകത്ത് നിന്ന് വരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്പർ ബേസ്ഡ് അനലോഗി. നമ്പർ ബേസ്ഡ് അനലോഗിക്കകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ഈസ് റിലേറ്റഡ് ടു 27 ഇൻ ദ സെയിം വേ 5 ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പം 3 27 എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് 3 ആൻഡ് 3യുടെ ക്യൂബ് ദാറ്റ് ഈസ് 27. സോ 5 ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പം 3 ആൻഡ് 3യുടെ ക്യൂബ് സോ 5 ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ 5 ആണെങ്കിൽ തന്നേക്കുന്നത് 5ന്റെ ക്യൂബ് ഓപ്ഷനകത്തുണ്ടോ നോക്കാം. 5ന്റെ ക്യൂബ് ഈസ് 125. അപ്പോൾ 125 ഉണ്ട്. സോ 3 is related to 27. In the same way 5 is related to 125, that is 5 in the cube. Next രണ്ടാമത്തെ question 32 is related to 13. 32 is related to 13. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ഈ റിലേഷനുമായിട്ട് സിമിലർ ആയിട്ട് വരുന്നത്? അപ്പോൾ 32 ഈസ് റിലേറ്റഡ് ടു 13. 32 എങ്ങനെയാണ് 13നുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്? അപ്പോൾ നോക്കാം. 3 ഫസ്റ്റ് ഡിജിറ്റ് 3യുടെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 3യുടെ സ്ക്വയർ 9 പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പം 9 പ്ലസ് 4 13. അങ്ങനെയാണ് 32 ഈസ് റിലേറ്റഡ് ടു 13 വരുന്നത്. 32 ഈസ് റിലേറ്റഡ് ടു 13 വരുന്നത്. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ഈ റിലേഷനുമായിട്ട് കറക്റ്റായിട്ട് വരുന്നത്? അപ്പോൾ നോക്കിക്കേ. ഫസ്റ്റ് 5ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ 25 പ്ലസ് 1ന്റെ സ്ക്വയർ 1. അപ്പം 25 പ്ലസ് 1 26 അല്ല വന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കേ. 8ന്റെ സ്ക്വയർ 64 പ്ലസ് 9 121 ആണോ? അല്ല. അതുപോലെ തന്നെ 7ന്റെ സ്ക്വയർ 49 പ്ലസ് 1 50 ആണ് വരുന്നത്. അപ്പം ഇതും അല്ല. ലാസ്റ്റ് നോക്കിക്കേ. 47 ഈസ് റിലേറ്റഡ് ടു 65. അപ്പം നോക്കിക്കേ. 4ന്റെ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 16 പ്ലസ് 7ന്റെ സ്ക്വയർ 49 പ്ലസ് 16 എത്രയാണ്? 65. അപ്പം ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. എന്താണ്? 47 ഈസ് റിലേറ്റഡ് ടു 65. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ അതാണ് 32 ഈസ് റിലേറ്റഡ് ടു 13. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഇൻഡിവിജ്വൽ ഡിജിറ്റ്. അപ്പം 3യുടെ സ്ക്വയർ എടുക്കുന്നു, രണ്ടാമത്തത് 2ന്റെ സ്ക്വയർ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 13 കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റിന്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9 പ്ലസ് 4ന്റെ സ്ക്വയർ, അപ്പം 9 പ്ലസ് 4 13. അപ്പോൾ ഈ ഒരു റിലേഷൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് എവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 47 ഈസ് റിലേറ്റഡ് ടു 65 എന്നാണ്. നെക്സ്റ്റ് 49 ഈസ് റിലേറ്റഡ് ടു 81. ഇൻ ദ സെയിം വേ 100 ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പം 49 എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ ആണ്. ഏതിൻ്റെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ ആണ് 49. അതുപോലെ തന്നെ 81 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 9ന്റെ സ്ക്വയർ ആണ് 81. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന എന്തിൻ്റെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ. 7 പ്ലസ് 2 ആണ് 9. അപ്പോൾ 7ന്റെ സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് 7 പ്ലസ് 2 9ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 10ന്റെ സ്ക്വയർ, അപ്പം 10 പ്ലസ് 2 ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? 12ന്റെ സ്ക്വയർ. നോക്കിയാൽ 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144. അപ്പോൾ ആൻസർ ഈസ് 144. അപ്പോൾ 49 ഈസ് റിലേറ്റഡ് ടു 81. ദ സെയിം വേ 100 ഈസ് റിലേറ്റഡ് ടു 144. നെക്സ്റ്റ് 9 ഈസ് റിലേറ്റഡ് ടു 27. 9 ഈസ് റിലേറ്റഡ് ടു 27 ആൻഡ് 81 ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പം 9 എന്ന് പറയുന്നത് എന്താണ്? 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. 27 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ക്യൂബാണ്. അപ്പം 3യുടെ സ്ക്വയർ 3യുടെ ക്യൂബ്. ഓക്കെ. അപ്പം നോക്കിക്കേ. അപ്പം 9 ഈസ് റിലേറ്റഡ് ടു 27 ആണെങ്കിൽ 81 ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പം 81 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ ആണ്? 81 ഈസ് 9ന്റെ സ്ക്വയർ ആണ്.
അപ്പോൾ 9ന്റെ സ്ക്വയർ ആണ് 81. അപ്പോൾ അതിന് അടുത്തത് എന്തായിരിക്കും, എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ 3യുടെ സ്ക്വയറും 3യുടെ ക്യൂബും ആണ് വന്നേക്കുന്നത്. അടുത്ത റിലേഷനകത്ത് വന്നേക്കുന്നത് 9ന്റെ സ്ക്വയർ. അപ്പോൾ 9ന്റെ സ്ക്വയറും അടുത്ത വരേണ്ട എന്തായിരിക്കും? 9ന്റെ ക്യൂബ്. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 729. സോ ദ ആൻസർ ഈസ് 729. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 is related to 220. Then 25 is related to dash. അപ്പോൾ 15 നമുക്കറിയാം, 15 ഈ 220 എന്ന് പറയുന്നത് 15ന്റെ സ്ക്വയറിന് അടുത്താണ്. അപ്പം 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം, 15ന്റെ സ്ക്വയർ ഈസ് 225. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ്. സോ 225 മൈനസ് 5 ആണ് ഇവിടെ തന്നേക്കുന്നത് 220. അങ്ങനെയാണെങ്കിൽ 25 is related to dash. നമുക്ക് നോക്കാം, 25ന്റെ സ്ക്വയർ നമുക്കറിയാം 625 ആണ്. അപ്പോൾ 625 മൈനസ് 5 ഇതിനകത്തുണ്ടോ നോക്കാം. 625 മൈനസ് 5 എത്രയാണ്? 620. സോ ദ ആൻസർ ഈസ് 620. അപ്പം 15 ഈസ് റിലേറ്റഡ് ടു 220. അപ്പം 15ന്റെ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഒരു നമ്പറാണ് 220 എന്ന് പറയുന്നത്. അതായത് 225 മൈനസ് 5 ആണ് 220. സോ ഇൻ ദ സെയിം വേ 25ന്റെ സ്ക്വയർ മൈനസ് 5. 25ന്റെ സ്ക്വയർ 625. 625 minus 5, 620. Next, letter based or alphabet based analogy. For the first question, ABC is related to DEF. Then in the same way, HIJ is related to dash. അപ്പോൾ ABC is related to DEF. അപ്പോൾ ഈ ലെറ്റർ ബേസ്ഡ് അനലോഗി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ 26 ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ, അതായത് എയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1, ബിയുടേത് 2, സിയുടേത് 3, അങ്ങനെ 26 ആൽഫബറ്റ്സും അതിൻ്റെ പ്ലേസ് വാല്യൂ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABC ഈസ് റിലേറ്റഡ് ടു DEF. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ലെറ്റേഴ്സ് ആണ് A, B, C കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ആണ് D, E, F. അപ്പോൾ കണ്ടിന്യൂസ് ലെറ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, HIJ. അപ്പം ഇവിടെ C കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ആണ് D. A, B, C കണ്ടിന്യൂസ് 3 ലെറ്റേഴ്സ്. അപ്പം അത് റിലേറ്റ് ചെയ്തേക്കുന്ന C കഴിഞ്ഞുള്ള നെക്സ്റ്റ് ലെറ്റർ D ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, HIJ. അപ്പം J കഴിഞ്ഞുള്ള അടുത്ത ലെറ്റർ ഏത് വരണം? K. ദെൻ നെക്സ്റ്റ് L, M. അപ്പം ഏതാണ് ആൻസർ? KLM. അപ്പോൾ HIJ ഈസ് റിലേറ്റഡ് ടു KLM. ഇനി നെക്സ്റ്റ് H ഇൻറ്റു I. H ഇൻറ്റു I ഈസ് റിലേറ്റഡ് ടു 8 ഇൻറ്റു 7, 8 ഇൻറ്റു 9. അപ്പോൾ H ഇൻറ്റു I ഈസ് റിലേറ്റഡ് ടു 8 ഇൻറ്റു 9. അപ്പോൾ H എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ? H. അതിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 8. അതുപോലെ തന്നെ ഐയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 9. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. H ഇൻറ്റു I ഈസ് റിലേറ്റഡ് ടു 8 ഇൻറ്റു 9. അപ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ, Hൻ്റെ പ്ലേസ് വാല്യൂ 8, ഐയുടെ പ്ലേസ് വാല്യൂ 9. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പ്ലേസ് വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനത്തുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ നോക്കിക്കേ, KL. അപ്പോൾ കെയുടെ പ്ലേസ് വാല്യൂ എന്താണ്? കെയുടെ പ്ലേസ് വാല്യൂ 11 ആൻഡ് എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12. അപ്പോൾ ഓപ്ഷനകത്തുണ്ടോ നോക്കിക്കേ, കെയുടെ പ്ലേസ് വാല്യൂ 11, എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12. അപ്പോൾ അതാണ് ഈ ഒരു റിലേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആൽഫബറ്റ് അതിൻ്റെ പ്ലേസ് വാല്യൂ, അപ്പം അത് വെച്ചിട്ടാണ് ഇവിടെ റിലേഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിന് സിമിലർ ആയിട്ടുള്ള റിലേഷൻ എവിടെയാണ് വരുന്നത്? 11 ഇൻറ്റു 12. കെയുടെ പ്ലേസ് വാല്യൂ 11 ആൻഡ് എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, തേർഡ് ക്വസ്റ്റ്യൻ. F ഇൻറ്റു H ഈസ് റിലേറ്റഡ് ടു 21 ഇൻറ്റു 19. F ഇൻറ്റു H ഈസ് റിലേറ്റഡ് ടു 21 ഇൻറ്റു 19. നമുക്കറിയാം എഫിൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? എഫിൻ്റെ പ്ലേസ് വാല്യൂ 6 ആണ്. അപ്പോൾ അതല്ല പറഞ്ഞേക്കുന്നത്. എച്ചിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 8. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം പ്ലേസ് വാല്യൂ അല്ല ഇവിടെ തന്നേക്കുന്നത്. പ്ലേസ് വാല്യൂ അല്ല തന്നേക്കുന്നതെങ്കിൽ നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എഫിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, എഫിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യു. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ പ്ലസ് അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 27 ആണ് കിട്ടേണ്ടത്. അതായത് നമ്മൾ ലാസ്റ്റിൽ നിന്ന് വരുമ്പോൾ, അപ്പം എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഇസഡ് എങ്ങനെയാണ്? അതായത് ലാസ്റ്റിൽ നിന്ന്
നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൽഫബറ്റ് ഏതാണ്? ഇസഡ് ആണ്. സോ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. അതുപോലെ തന്നെ ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ പ്ലേസ് വാല്യൂ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1 + 26 ആണ് 27. അപ്പോൾ 1ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 26 പ്ലേസ് വാല്യൂ ഉള്ള ആൽഫബറ്റ്, അത് ഏതാണ്? ഇസഡ് ആണ്. അതുപോലെ തന്നെ ബിയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 + 25 ആണ് 27 വരുന്നത്. അപ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? വൈ ആണ്. സിയുടെ ഓപ്പോസിറ്റ് എക്സ്, ഡിയുടെ ഓപ്പോസിറ്റ് ഡബ്ല്യു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആ ഏത് ആൽഫബറ്റ് ആണോ ആ ആൽഫബറ്റ് പ്ലസ് അതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 27 കിട്ടണം. അപ്പോൾ എയുടെ പ്ലേസ് വാല്യൂ 1, ഇസഡിൻ്റെ പ്ലേസ് വാല്യൂ 26. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ആണ്. ബിയുടെ ഓപ്പോസിറ്റ് വൈ, സിയുടെ ഓപ്പോസിറ്റ് എക്സ്, ഡിയുടെ ഓപ്പോസിറ്റ് ഡബ്ല്യു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, തന്നേക്കുന്നത് എഫ് ഇൻറ്റു എച്ച് ആണ് തന്നേക്കുന്നത്. എഫ് എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്? എഫ് എന്ന് പറയുന്നത് 6th ലെറ്റർ ആണ്. അപ്പം 6th ലെറ്റർ, 6th പ്ലേസ് വാല്യൂ 6 ആണ് എഫിൻ്റെ പ്ലേസ് വാല്യൂ. പ്ലസ് എത്ര ആയാലാണ് നമുക്ക് 27 കിട്ടുന്നത്? 21st. അപ്പോൾ 21st പ്ലേസ് വാല്യൂ ഉള്ള ആൽഫബറ്റ് ഏതാണോ അതായിരിക്കും എഫിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം 21st പ്ലേസ് വാല്യൂ വരുന്ന യു ആണ്. അപ്പോൾ യു ആണ് എഫിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് ഈ എഫിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റിൻ്റെ പ്ലേസ് വാല്യൂ ആണ് തന്നേക്കുന്നത് 21. അതുപോലെ തന്നെ നോക്കിക്കേ, എച്ചിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 8. അപ്പോൾ എച്ചിൻ്റെ കൂടെ നമുക്ക്, അല്ലെങ്കിൽ ആ 8ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 27 കിട്ടുന്നത്? 19. അപ്പോൾ 19 പ്ലേസ് വാല്യൂ വരുന്നത് ഏതാണെന്ന് നോക്കുക. അല്ലെങ്കിൽ 19 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ എച്ചിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും വരുന്നത്? എസ്. എച്ചിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? എസ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ലെറ്റർ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ എച്ച് അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത് 19. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ഇൻറ്റു ജി. അപ്പോൾ അവിടെ എന്താണ് വാല്യൂ വരുന്നത്? അപ്പം നോക്കുക, ഡിയുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം ഡബ്ല്യു ആണ്. അപ്പം ഡിയുടെ വാല്യൂ എത്രയാണ്? 4 + 23 ആണ് 27. അപ്പോൾ 23 പ്ലേസ് വാല്യൂ വരുന്ന ആൽഫബറ്റ് ഏതാണ്? ഡബ്ല്യു. അപ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത് അല്ലേ. അപ്പം 23 ഇൻറ്റു ജി. ജിയുടെ ഓപ്പോസിറ്റ് വരുന്നത് 20. ജിയുടെ പ്ലേസ് വാല്യൂ 7 + 20 ആണ് 27. അപ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് പ്ലേസ് വാല്യൂ ആണ് 20 എന്ന് പറയുന്നത്. അപ്പം ഏതായിരിക്കും? 23 × 20. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ എഫ് ഇൻറ്റു എച്ച് ഈസ് റിലേറ്റഡ് ടു 21 × 19. സോ ഇൻ ദ സെയിം വേ ഡി ഇൻറ്റു ജി ഈസ് റിലേറ്റഡ് ടു 23 × 20. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്ലേസ് വാല്യൂ വരുന്ന കേസിൽ നമ്മൾ ഈ പ്ലേസ് വാല്യൂ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BEGK is related to ADFJ. In the same way, PSVY is related to dash. AEGK is related to ADFJ. നോക്കിക്കേ, ബിയുടെ തൊട്ട് ബാക്കിലുള്ള ആൽഫബറ്റ് ആണ് അടുത്ത് വന്നേക്കുന്നത്. ബി ഈസ് റിലേറ്റഡ് ടു എ. ബിയുടെ ബാക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, എ നെക്സ്റ്റ് ലെറ്റർ ബി, ഡി നെക്സ്റ്റ് ലെറ്റർ ഇ, അതുപോലെ തന്നെ എഫ് ജി, ജെ കെ. അപ്പം അങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. തൊട്ട് ബാക്കിലുള്ള ലെറ്റേഴ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? അടുത്തത് എങ്ങനെ വരും? നോക്കിക്കേ, ബിയുടെ തൊട്ട് ബാക്കിലുള്ളത് എ ബി, അതുപോലെ തന്നെ ഡി ഇ, എഫ് ജി, ജെ കെ. അപ്പം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? അപ്പോൾ പി ഒ അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ലെറ്റർ ആണ് ഒ പി. നെക്സ്റ്റ് ആർ എസ്, എസ്. നെക്സ്റ്റ് +1, ഇവിടുന്ന് +1 വരുന്നതായിരിക്കും ഇവിടെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ യു അടുത്ത ലെറ്റർ യു വി. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ്? എക്സ് വൈ. അപ്പം +1 ഇവിടുന്ന് തൊട്ടടുത്ത ലെറ്റർ ആണ് വന്നേക്കുന്നത്. അപ്പം ഓയ് തൊട്ടടുത്ത ലെറ്റർ പി. അതുപോലെ തന്നെ എസ്, യു വി, എക്സ് വൈ. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് നമുക്കറിയാം എയുടെ തൊട്ടടുത്ത ലെറ്റർ ബി. അതുപോലെ തന്നെ ഇവിടെ വന്നേക്കുന്നത് ഡി, ഇ, എഫ്, ജി, ജെ, കെ. അപ്പോൾ ഇവിടെ പി വരണമെങ്കിൽ അടുത്ത ഏതാണ്? ഓയ് പി, എസ്, യു വി, എക്സ് വൈ. അപ്പോൾ ഏതാണ്? ORUX. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ലൈം ഈസ് റിലേറ്റഡ് ടു
34. Then lemon is related to dash. ലൈം ഈസ് റിലേറ്റഡ് ടു 34. നമുക്ക് നോക്കാം അതിൻ്റെ പ്ലേസ് വാല്യൂസ് ഒന്ന് നോക്കാം. എല്ലിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം. എല്ലിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 12 ആണ് എല്ലിൻ്റെ പ്ലേസ് വാല്യൂ. എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12 പ്ലസ് 13 25, 25 പ്ലസ് 9 34, 34 പ്ലസ് 5 39 ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈ 39 പ്ലസ് 4, ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 43 കിട്ടും. ഈ 43 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34 കിട്ടും. അങ്ങനെയാണ് ലൈം ഈസ് റിലേറ്റഡ് ടു 34 വന്നേക്കുന്നത്. അപ്പം ലൈം ഈസ് റിലേറ്റഡ് ടു 34 വന്നേക്കുന്നത് നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. പ്ലേസ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 43 എന്ന് കിട്ടും. ആ 39 എന്ന് കിട്ടും. 39ഉം പിന്നെ എത്ര ലെറ്റേഴ്സാണ് ഇതിനകത്തുള്ളത്? 4 ലെറ്റേഴ്സ് ആണുള്ളത്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 43 കിട്ടും. പക്ഷെ 43 അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്, എന്താണ്? 34 ആണ്. അപ്പോൾ ആ 34 എങ്ങനെയാണ് വന്നേക്കുന്നത്? ആ ഡിജിറ്റ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 43 എന്താവും? 34 ആവും. സോ ഇൻ ദ സെയിം വേ ലെമൺ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ ലെമൺ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെമണിനകത്തും എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12 പ്ലസ് ഇയുടേത് 5, അതുപോലെ തന്നെ എമ്മിൻ്റെത് 13 പ്ലസ് 15 പ്ലസ് 14. അപ്പോൾ എന്ത് വരും? 17, 27, 30, 40, 50, 59 പ്ലസ് 5 എന്ത് വരും? 64 വരും. 59 പ്ലസ് 5 64. പക്ഷേ 64 ആയിരിക്കില്ല വരുന്നത്. എന്താണ്? ഈ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 46 വരണം. സോ ദ ആൻസർ ഈസ് 46. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തേക്കുന്നത്? ലൈം ഈസ് റിലേറ്റഡ് ടു 34. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഓരോ ആൽഫബറ്റിൻ്റെയും പ്ലേസ് വാല്യൂ ആഡ് ചെയ്യുന്നു. പ്ലേസ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ലൈമിൻ്റെ പ്ലേസ് വാല്യൂ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 39 ആണ് കിട്ടുന്നത്. അപ്പോൾ 39 പ്ലസ് ഈ ഇതിനകത്ത് എത്ര ലെറ്റർ ഉണ്ട്? 4 ലെറ്റർ ആണ്. അപ്പോൾ ആ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 43. പക്ഷെ 43 അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, 34 ആണ്. അതെങ്ങനെ വന്നു? ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ 43നെ നമുക്ക് എങ്ങനെ എഴുതാം? 34 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെമൺ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ ലെമണിൻ്റെ പ്ലേസ് വാല്യൂസ് എല്ലാം കൂടി ആ ലെറ്ററിനകത്ത് ആ ആൽഫബറ്റിൻ്റെ എല്ലാ ആൽഫബറ്റിൻ്റെയും പ്ലേസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 12 പ്ലസ് 5 പ്ലസ് 13 പ്ലസ് 15 പ്ലസ് 14. നമുക്കറിയാം എല്ലിൻ്റെത് 12, ഇയുടേത് 5, എമ്മിൻ്റെത് 13, ഓയുടേത് 15, എന്നിൻ്റെത് 14. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 59 കിട്ടും. 59 പ്ലസ് ലെമണിനകത്ത് എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണുള്ളത്? 5 ലെറ്റേഴ്സ് ആണുള്ളത്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 46 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, QYGO is related to SAIQ. Then UCKS is related to dash. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ക്യൂവിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? ക്യൂവിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 17. ക്യൂവിൻ്റെ പ്ലേസ് വാല്യൂ 17. വൈയുടെ പ്ലേസ് വാല്യൂ 25. ജിയുടെ പ്ലേസ് വാല്യൂ 7. ഓയുടെ പ്ലേസ് വാല്യൂ 15. ജസ്റ്റ് നോക്കാം. എസിൻ്റെ പ്ലേസ് വാല്യൂ 19. എയുടേത് 1, ഐയുടേത് 9, ക്യൂവിൻ്റെത് 17. അപ്പോൾ നോക്കിക്കേ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കേ. QYGO ഈസ് റിലേറ്റഡ് ടു SAIQ. ആ പ്ലേസ് വാല്യൂസ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. 17 പ്ലസ് 2 ആണ് എന്തെന്ന് പറയുന്നത്? 19. 17 പ്ലസ് 2 ആണ് 19. 25 പ്ലസ് 2, 25 കഴിഞ്ഞിട്ട് 26. അടുത്ത ഒന്നുകൂടെ വരുമ്പോഴത്തേനും 1. 26 പ്ലസ് 2 ആണ് നമുക്ക് എ എന്ന് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ജിയുടെ പ്ലേസ് വാല്യൂ 7. 7 പ്ലസ് 2 9. ഓയുടെ പ്ലേസ് വാല്യൂ 15. 15 പ്ലസ് 2 7. അപ്പോൾ പ്ലസ് 2 ഓരോ ലെറ്റേഴ്സിൻ്റെയും കൂടെ നമ്മൾ പ്ലസ് 2 ആഡ് ചെയ്ത് ഉള്ള നെക്സ്റ്റ് ലെറ്റർ ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് ഈ റിലേഷനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഓരോന്നിനകത്തും നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? പ്ലസ് 2 ആഡ് ചെയ്തിട്ടാണ്
അടുത്തടുത്ത ലെറ്റേഴ്സ് നമുക്ക് കിട്ടുന്നത്. എല്ലാത്തിനകത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, +2 ആഡ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ലെറ്റേഴ്സ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം യുവിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 21. 21 + 2 എന്ന് പറയുന്നത് എന്താണ്, 23. അപ്പോൾ ഇവിടെ അടുത്ത വരുന്നത് എന്തായിരിക്കും, W. അതുപോലെ തന്നെ സിയുടെ 3 + 2 5. 5 എന്ന് പറയുന്നത് ഏതാണ്, E. അതുപോലെ തന്നെ കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് L M. അപ്പോൾ കെയുടെ എത്രയാണ് പ്ലേസ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് കെയുടേത് 11. 11 + 3 എന്ന് പറയുന്നത് 13. ഏത് വരും, M വരും. അതുപോലെ തന്നെ എസിൻ്റെത് എത്ര വരുന്നത്, 19. 19 + 2 21. 21നകത്ത് ഏതാ വരുന്നത്, U. അപ്പം WEMU ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് ലെറ്റർ ബേസ്ഡ് അല്ലെങ്കിൽ ആൽഫബറ്റ് ബേസ്ഡ് അനലോഗി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലേസ് വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഓരോ ലെറ്ററും അതിൻ്റെ ഓപ്പോസിറ്റും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 3 ടൈപ്പിനെയും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, E is related to BH. In the same way, N is related to dash. E is related to BH. In the same way, N is related to dash. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്കറിയാം ഇയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്, ബിയുടെ 2 ആണ്, എച്ചിൻ്റെ 8 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്, E ഈസ് റിലേറ്റഡ് ടു BH. അപ്പോൾ E എന്ന് പറയുന്നത് 5. അപ്പം 5 - 3 ആണ് എന്തെന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5 + 3 ആണ് 8. അപ്പോൾ E ഈസ് റിലേറ്റഡ് ടു, അപ്പോൾ ഇതിൻ്റെ E എന്ന് പറയുന്നത് എന്താണ്, പ്ലേസ് വാല്യൂ 5 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് തേർഡ് ലെറ്റർ ആണ് ഏതെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 5 - 3 2 സെക്കൻഡ് ലെറ്റർ ആണ്, സെക്കൻഡ് പ്ലേസ് വാല്യൂ വരുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 + 3 = 8. അപ്പം ഈ പ്ലേസ് വാല്യൂ വരുന്ന ലെറ്റർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അപ്പം നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് IP, അതുപോലെ തന്നെ KQ, LP, KR ഇത്രയാണ് തന്നേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം എന്നിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 14 - 3 11 പ്ലേസ് വാല്യൂ വരുന്നത് ഏതാണ്, 11 പ്ലേസ് വാല്യൂ വരുന്നത് ഏതാണ്, K ആണ്. അതായത് 14 - 3 എന്നിൻ്റെ പ്ലേസ് വാല്യൂ 14 - 3 11 പ്ലേസ് വാല്യൂ 11 വരുന്നത് ഏതാണ്, K. അതുപോലെ തന്നെ 14 + 3 17 പ്ലേസ് വാല്യൂ വരുന്നത് ഏതാണ്, Q ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5, ഇയുടേത് 5, J 10, ഓയുടേത് 15, ടിയുടേത് 20, വൈയുടേത് 25. ഈ ഒരു കോഡ് ഓർത്തിരിക്കുക. അപ്പോൾ E5 J10 O15 T20 Y25. അപ്പോൾ പ്ലേസ് വാല്യൂ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്, ഈ ഒരു റിലേഷൻ ചെയ്തേക്കുന്നത്. E ഈസ് റിലേറ്റഡ് ടു BH. ഇൻ ദ സെയിം വേ N ഈസ് റിലേറ്റഡ് ടു KQ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഈസ് റിലേറ്റഡ് ടു മാക്സിമം. ഇൻ ദ സെയിം വേ നമ്മുടെ ഓപ്ഷനകത്ത് ഏതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മിനിമം മാക്സിമം, അപ്പോൾ ഈ ലോജിക്ക് കറക്റ്റായിട്ട് വരുന്നത് മിനിമം മാക്സിമം, വേഴ്സ്റ്റ് ബെസ്റ്റ് ഹാപ്പി ഗേ ഫസ്റ്റ് സെക്കൻഡ് സാഡ് ആംഗ്രി. ഈ ഒരു റിലേഷൻ മിനിമം മാക്സിമം. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്, വേഴ്സ്റ്റ് ബെസ്റ്റ്. അതായത് നെഗറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ മിനിമം മാക്സിമം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നേക്കുന്നത് ഓപ്ഷൻ ഏതാണ്, വേഴ്സ്റ്റ് ബെസ്റ്റ്.